പ്ലസ് ടു കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ പറ്റുന്ന IIMകളെ കുറിച്ചും അതിന് വേണ്ടി എഴുതേണ്ട എക്സാമുകളെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് IIM കോഴിക്കോട്, അതായത് നമ്മുടെ സ്വന്തം കോഴിക്കോട്ടെ IIMലോട്ട് എങ്ങനെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ പോസിറ്റീവുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒന്നാമത്തെ കാര്യം, ഇതൊരു ഇൻറ്റഗ്രേറ്റഡ് BBA + MBA പ്രോഗ്രാം എന്നുള്ളത് ഒരു ഡെഡിക്കേറ്റഡ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൻ്റെ പേര് ബാച്ചിലർ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, BAMS എന്നാണ് അവർ ഇതിനെ വിളിക്കുന്നത്. ഇത് 4 വർഷത്തെ പ്രോഗ്രാമാണ്. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം എന്താ പറയുക, ഒരു ഫ്യൂച്ചർ റെഡി എന്നൊക്കെ പറയില്ല. അതായത് ഇത് കഴിഞ്ഞിട്ട് ഇനി മാസ്റ്റേഴ്സ് ഒന്നും നിങ്ങൾ എടുക്കണ്ട, നിങ്ങളെ ഇത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ജോലി കിട്ടാൻ, അതായത് സാധാരണ നമ്മൾ ബിടെക്കിനൊക്കെ പറയില്ലേ, ഇറങ്ങി കഴിയുമ്പോഴേക്കൊരു ജോലി, ആ ഒരു ലെവലിൽ തന്നെ നിങ്ങളെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മൈൻഡിലാണ് അവർ ഈ ഒരു പ്രോഗ്രാം സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, അത്യാവശ്യം നല്ല എന്താ പറയുക പുതിയ പുതിയ മേഖലകൾ, അത് ഫോർ എക്സാമ്പിൾ ഫൈനാൻസ് ആൻഡ് ബിഗ് ഡാറ്റ, അതുപോലെ തന്നെ എക്കണോമിക്സ് ആൻഡ് പബ്ലിക് പോളിസിന് പോലെയുള്ള വിഷയങ്ങളൊക്കെ മൈനർ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും ഇവർ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ടോപ്പ് പെർഫോമേഴ്സിന് ഫോറിൻ എക്സ്ചേഞ്ച്, അതായത് പുറത്തെ യൂണിവേഴ്സിറ്റികൾ, ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ IIM കോഴിക്കോടിന് MOU ഉണ്ട്, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയും. UK US ഇതൊക്കെ അടുത്ത യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ ടോപ്പ് പെർഫോമൻസിന് പുറത്തെ കുറച്ച് യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് ഒരു സെമിസ്റ്ററൊക്കെ അവിടെ പഠിക്കാനുള്ള ഒരു അവസരവും ഉണ്ടാകുമെന്ന് അവർ വ്യക്തമായിട്ട് വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ അഡ്മിഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതും കുറച്ച് വ്യത്യസ്തമാണ്. നമുക്ക് അതായത് എഴുതുന്ന ആൾക്കാർക്ക് ഇത് കുറച്ചും കൂടി എന്താ പറയുക നല്ലൊരു കാര്യമാണ്. കാരണം ഇത് കഴിഞ്ഞ വർഷം തുടങ്ങിയൊരു പ്രോഗ്രാമാണ്. ഇതിനു വേണ്ടി പക്ഷെ അവർ വേറെ തന്നെ ഒരു എക്സാം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. IIM-K-BMS AT എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻ കുറവായിരിക്കും. കഴിഞ്ഞ വർഷം തുടങ്ങിയിട്ടുള്ളത് ആളുകൾ അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് എഴുതാൻ പോകുന്നവർക്ക് കുറച്ച് എന്താ പറയുക ഫേവറബിൾ ആണ് ഈ ഒരു ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതിൽ ഏതൊക്കെയാണ് കാര്യങ്ങളാണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ വെർബൽ എബിലിറ്റിയും അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഉണ്ടാവുക. ലോജിക്കൽ റീസണിങ് അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതുണ്ടാവുള്ളൂ. അല്ലാണ്ട് നിങ്ങളുടെ സബ്ജക്ട് നോളജ് ഒന്നും ടെസ്റ്റ് ചെയ്യുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഇത്തിരി മാത്സ് അറിയണം, അത്രേ ഉള്ളൂ. ഇനി ഇത് എന്നാണ് നിങ്ങൾക്ക് എഴുതേണ്ടി വരിക എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഫെബ്രുവരി 20 മുതലാണ് അത് തുടങ്ങുന്നത്. ഏപ്രിൽ 15 വരെ സമയം ഉണ്ടായിരിക്കും. മെയ് ഫസ്റ്റ് വീക്ക് ഒക്കെ ആയിട്ടായിരിക്കും എക്സാം നടത്തുക. എക്സാമിൻ്റെ മാർക്ക് മാത്രം നോക്കിയിട്ടാണോ അഡ്മിഷൻ? അല്ല, നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ 10ൻ്റെയും +2ൻ്റെയും ഒക്കെ മാർക്ക് നോക്കും എന്നുള്ളതാണ്. ഇനി കുറച്ച് നെഗറ്റീവ്സും കൂടി ഉണ്ട് ഇതിൻ്റെ ഒപ്പം. അതും നമ്മൾ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് നെഗറ്റീവ് എന്ന് എനിക്ക് തോന്നിയത്, ഇത് കോഴിക്കോട്ടെ ക്യാമ്പസിലല്ല നടക്കുന്നത്. കൊച്ചിയിലത്തെ ഇൻഫോ പാർക്കിൽ അവർക്കൊരു ക്യാമ്പസിൻ്റെ അവിടെയാണ് ഇത് നടക്കാൻ പോകുന്നുള്ളത് എന്നുള്ളതാണ്. കുറച്ച് ഞാനത് പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മളൊരു IIMൻ്റെ ഒരു ഫീലും ഒരു എക്സ്പോഷറൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് വന്ന് കിട്ടുമോ എന്നുള്ളത് അറിയില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം കുറച്ചും കൂടി കോർപ്പറേറ്റ് ലൈഫിലോട്ടുള്ള എക്സ്പോഷർ കിട്ടുന്നുള്ള ഉറപ്പാണ്. കാരണം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കമ്പനീസും TCSും അങ്ങനത്തെ കമ്പനികളുടെ നടുക്കായിരിക്കും ഈ ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി. രണ്ടാമത്തെ നെഗറ്റീവ്, ഇതൊരു ഹോസ്റ്റൽ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. IIM-IIT എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് സംസാരിക്കുകയും അവിടെ നിന്നൊക്കെയാണ് കൂടുതൽ എക്സ്പോഷർ നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു സംഭവം ഇവരിവിടെ ലാക്ക് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. മൂന്നാമത്തെ സംഭവം ഓഫ് കോഴ്സ് ഫീസാണ്. 7 ലക്ഷം രൂപയോളം ഫീസ് വരുന്നുണ്ട് ഒരു വർഷം എന്നുള്ളതാണ്. ഓക്കെ, ഒരു പ്ലേസ്മെൻ്റ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു പുതിയൊരു കോഴ്സാണ്. അതുപോലെ തന്നെ എന്താ പറയുക, മൊത്തം പറഞ്ഞാൽ ഒരു 30 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഏകദേശം ഈ കോഴ്സ് പഠിച്ചിറങ്ങുമ്പോഴേക്കും ആവുമെന്നാണ് തോന്നുന്നത്. അത് എന്താ പറയുക ഇത്തിരി കൂടുതൽ തന്നെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒഫീഷ്യൽ ലിങ്ക് സംഭവങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്.